നമ്മളിപ്പോൾ പനച്ചിക്കാടിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പ്രേക്ഷകരോട് പങ്കുവച്ചതേ ഉള്ളൂ. അവിടെ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ച് മടങ്ങിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. വീണ്ടും വീണ്ടും ഒരുപാട് പേര് ക്യൂവിൽ ഉണ്ടോ ഇനിയും? എന്താണ് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ? വലിയ തിരക്കാണ്. 4 മണിക്ക് തുടങ്ങിയ ചടങ്ങുകളൊക്കെയാണ് ഇപ്പോഴും അതിങ്ങനെ തുടരുന്നുണ്ട്. വലിയ തിരക്ക്, പ്രത്യേകിച്ച് പല നാടുകളിൽ നിന്നുള്ള ജില്ലകളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാളിക്കോട്ട് നമ്മളെ ക്യാമറയിലേക്ക് ഒരാൾ നോക്കുന്നുണ്ട്. പേരെന്താ? പേര് പറ. പേര് പറ. പേരെന്താ? പേര് പറ. പേര് പറയില്ല. എഴുതിയോ? എഴുതി. എന്താ എഴുതിയേ? എവിടെ നാട്ടോ? ദേവദർശി. ദേവദർശി 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 മോൻ്റെ പേര്. എവിടെന്നാ സ്ഥലം? എവിടെന്നാ സ്ഥലം ആയൂര്, കൊല്ലം ജില്ലയിലെ ആയൂര്. കൊല്ലത്ത് തോന്നാ? അതെ അതെ. എന്നാൽ അത് തന്നെയാണ് കാരണം. പല നാടുകളിൽ നിന്ന് പല ജില്ലകളിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കാരണം ഈ പലരും ഒക്കെ ആഗ്രഹമായിരിക്കും പനച്ചിക്കാട് വന്ന് ഇങ്ങനെ കുട്ടികളെ എഴുത്തിനിരുത്തണമെന്നതൊക്കെ അവരെ സംബന്ധിച്ച് ഒരു കരയുന്നുണ്ട്. കരയാണോ? എന്തിനാ കരയുന്നേ? പേരെന്തുവാ? ഒന്നും പറയില്ല. എഴുതിയോ? എഴുതിന്ന് പറ. ഇങ്ങനെ ആകെ കരച്ചിലാണ് മൊത്തത്തിൽ. പക്ഷേ ചിലരൊക്കെ ആണെങ്കിൽ വളരെ കൂളായിട്ട് വന്ന് എഴുതി പോകുന്ന ആളുകളൊക്കെ തന്നെ ഉണ്ട്. അങ്ങനെ നിരവധിയായിട്ട് ആളുകൾ, പ്രത്യേകിച്ച് അവരുടെ ക്ഷേത്ര ഭാരവാഹികൾ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് കഴിഞ്ഞ വർഷം 20,000-ഓളം കുരുന്നുകളാണ് ഇത്തരത്തിൽ ഇവിടേക്ക് എത്തിയത്. ഇത്തവണയും ആ തരത്തിലുള്ള തിരക്ക് ഉണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. രാവിലെ 4 മണിക്ക് തുടങ്ങിയ തിരക്ക് അതിപ്പോഴും ഇങ്ങനെ ഒരു തരത്തിലും കുറയാതെ എപ്പോഴും നിൽക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന് 1 കിലോമീറ്റർ മുൻപ് വരെ ആ റോഡിലൊക്കെ തന്നെ കാറുകൾ ഇപ്പോഴും ക്യൂ നിൽപ്പുണ്ട്. അങ്ങനെ തിരക്കുണ്ടല്ലേ? രാവിലെ 4 മണിക്ക് ഇവിടെ എഴുതാൻ തുടങ്ങി. ഇവിടെ രാവിലെ വിദ്യാരംഭത്തിൻ്റെ വെച്ചിരുന്ന പുസ്തകങ്ങളെല്ലാം എടുത്തതിന് ശേഷമാണ് ഇവിടെ കുട്ടികളെ എഴുത്തിനെടുത്താൻ തുടങ്ങി. രാവിലെ തിരക്ക് കുറവായിരുന്നു, ഇപ്പം തിരക്കായിട്ടുണ്ട്, നല്ല തിരക്കായിട്ടുണ്ട്. ഒരു കുട്ടിക്കൊപ്പം തന്നെ 5-6 പേരൊക്കെ ബന്ധുക്കൾ ഉൾപ്പെടെ വരുന്നത്. ഒരു കുട്ടിയുടെ കൂടെ 5-6 പറയാൻ പറ്റില്ല. അതിൽ കൂടുതൽ മൊബൈലുകാരും ഫോണും അതുപോലെ ചാനലുകാരും തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാ ചാനലുകാരും ഉണ്ട്. വളരെ അധികം തിരക്കാണ്. കഴിഞ്ഞ മുൻ കൊല്ലങ്ങളിലേക്കാരും ഒക്കെ വർധനമായിട്ട് ഭക്തജനങ്ങളെ കാണുന്നുണ്ട്. ഏറ്റവും നല്ല ഒരു വിദ്യാരംഭം എന്ന് പറയുന്നത് കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ്. ആ ഒരു ചടങ്ങിന് അതിൻ്റെതായ മഹത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ബന്ധുക്കൾ ഉൾപ്പെടെ ഉള്ളവരൊക്കെ എത്തി. നിങ്ങളെല്ലാവരും ഒന്നിച്ച് വന്നതാ അല്ലേ? പേരെന്തോ? കരയാണോ? അതിൽ എടുത്തോണ്ട് പോടാന്നൊക്കെയാ പറയുന്നത്. എങ്ങനെയെങ്കിലും ആ കരച്ചിലൊന്ന് നിയന്ത്രിക്കാൻ കഷ്ടപ്പെടുന്നതിടയ്ക്കാണ് ഷിനോജ് ചെന്ന് ഒരിക്കൽ കൂടി കരയിപ്പിച്ചത്. പേരെന്തോ? മാനവിക. എഴുതിയോ? പേരെന്തോ? ഇതാരാ? എന്തായാലും നിരവധിയായിട്ടുള്ള ആളുകൾ പല സ്ഥലങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരുന്ന ആളുകളുണ്ട്, കോഴിക്കോട് നിന്ന് വന്ന ആളുകളുണ്ട്. അങ്ങനെ പല നാടുകളിൽ നിന്നുള്ള ആളുകൾ പ്രത്യേകിച്ച് ഇവിടെ വന്ന് തന്നെ എഴുതണം എന്ന ആഗ്രഹത്തോട് വരുന്ന ആളുകളൊക്കെ ഉണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഐക്യം എന്ന് പറയുന്നത് ഈ അതായത് കുരുന്നുകൾക്ക് മാത്രമല്ല, പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിലും ഇത്തരത്തിൽ ഈ അക്ഷരം എഴുതുന്നതിന് വേണ്ടി സൗകര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇവിടെ ഒരു പ്രത്യേക ഒരു മണൽത്തട്ട് ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഷിനോജിനും എഴുതാവുന്നതാണ്. ഇന്നേ ദിവസം പഠിച്ചതൊക്കെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനോ ഉറപ്പിക്കാനോ ഒക്കെ ആയി എല്ലാ മനുഷ്യരും ഇത് ഇന്നേ ദിവസം ചെയ്യാറുള്ളതുമാണ്. തീർച്ചയായും ഞാൻ എഴുതുന്നുണ്ട്. എന്തായാലും എല്ലാവരും എഴുതുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് പ്രായഭേദം തന്നെ ഇവിടേക്ക് തിരക്ക് നമുക്ക് കാണാം, ദൃശ്യങ്ങൾ തന്നെ കാണാവുന്ന കാണും. കാരണം പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇത്തരത്തിൽ ഇവിടെ ഈ മണൽത്തട്ടിൽ വന്ന് എഴുതുന്നതിന് വേണ്ടി ഒരു ആഗ്രഹത്തോടു കൂടി എല്ലാ വർഷങ്ങളും ഒക്കെ വരുന്ന ആളുകളൊക്കെ തന്നെ നമുക്ക് കാണാവുന്ന കാണും. എന്തായാലും എന്താ എഴുതിയോ? പേരെന്തോ? നേത്രക്കുട്ടി, ലക്ഷക്കുട്ടി. ഈ കുട്ടി ഉള്ളതാണോ? അല്ലെ എന്താ എഴുതിയേ? എന്താ എഴുതിയേ? ഹരിശ്രീ. എവിടെന്നാ വന്നേ? അതൊന്നും ആയില്ല. എവിടെ നാട്ടാ? തൊടുപുഴ. ഇടുക്കി തൊടുപുഴ. അങ്ങനെ തൊടുപുഴയിൽ നിന്നെത്തിയ ആളുകളാണ്. എഴുതിയോ? അമ്മ എഴുതിപ്പിച്ച് ആരാ? ഓർമ്മയുണ്ടോ? ആരാ എഴുതിപ്പിച്ചത്? ആരാ? തിരുമേനി. കൊച്ചുമാള.
ബന്ധുക്കൾ ഉൾപ്പെടെ ഉള്ളവരുണ്ട്. കൊച്ചുമകളുടെ ആദ്യ നേരത്തെ ഒരു എഴുത്താണ്. ആചാര്യൻ അങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ ഷിനോജെ, അങ്ങനെ അച്ഛനും അമ്മയും മാത്രമല്ല ബന്ധുക്കളടക്കം 10ഉം 15ഉം പേരാണ് ഒരു കുഞ്ഞിനൊപ്പം വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്ന്. അങ്ങനെ ദക്ഷക്കുട്ടി പേര് വീട്ടിൽ ദക്ഷക്കുട്ടി എന്നായിരിക്കും വിളിക്കുക. തനിയെ അത് ഒരു കുട്ടി കൂടി ചേർത്തിട്ടുണ്ട്. സന്തോഷത്തിലാണ് ഏതായാലും ആള്. വലിയ സങ്കടങ്ങളൊന്നുമില്ല. ചിലരൊക്കെ മാത്രം തൽപരകക്ഷികളല്ലാത്ത പോലെ തോന്നും. മൈക്ക് കാണുമ്പോഴുള്ള പേടിയും ഒക്കെ ഉണ്ടാവും. വളരെ സന്തോഷത്തോടെ ആദ്യാക്ഷരം കുറിക്കുന്ന കുരുന്നുകളുടെ ഈ കാഴ്ച നമുക്ക് മനസ്സിനും ഒരുപാട് സംതൃപ്തി നൽകുന്നതാണ്. മുണ്ടും ജുബയും ഒക്കെ ഇട്ട് വന്ന് അർത്ഥനഗ്നനാക്കി കഴിഞ്ഞപ്പോഴേക്കും സംഭവം കയ്യിൽ നിന്ന് പോയി. അപ്പോഴേ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ആള്. അങ്ങനെ ഒരുപാട് പേരുടെ കാഴ്ചകളാണ്. രസകരവും കൗതുകവും വാത്സല്യവും ഒക്കെ നിറഞ്ഞ കാഴ്ചകൾ.